ഗിരിഷേട്ടാ, എന്താടാ? സാധാരണ വിവാഹ സമയത്ത് വരനൊരു പോക്കറ്റ് മണിയൊക്കെ കൊടുക്കാറുണ്ട്. സ്ത്രീധനായിട്ടല്ല, ഒരു സന്തോഷത്തിന്. എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്റെ ചേച്ചി വിവാഹം കഴിക്കാൻ പോകുന്ന ആളിന് വ്യക്തിപരമായി ഒരു വലിയ ഗിഫ്റ്റ് കൊടുക്കണമെന്ന്. പക്ഷെ വിചാരിച്ച പോലെ നടക്കില്ല. എന്നാലും ഒരു കുഞ്ഞു സമ്മാനം എന്റെ സന്തോഷമാണ്. അത് ഗിരീഷേട്ടൻ സ്വീകരിക്കണം. ഒരു സെക്കൻഡ്. ഗിരീഷേട്ടന് ദേഷ്യം തോന്നരുത്. ഗിരീഷേട്ടന് കൊച്ചാക്കണമെന്നോ സ്ത്രീധനം തരികയാണെന്നോ ഒന്നും ചിന്തിക്കരുത്. പറഞ്ഞില്ലേ, ഒരു അളിയന്റെ അല്ല, ഒരു അനിയന്റെ സന്തോഷം. എന്താ, വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഞാൻ ഈ രീതിയിലായിരിക്കില്ല പ്രതികരിക്കുക. ഒന്നുകിൽ ദേഷ്യപ്പെടും, അല്ലെങ്കിൽ കളിയാക്കും. പക്ഷെ ഇപ്പോ രജനിയോടും എന്നോടും നീ കാണിക്കുന്ന സ്നേഹമാണിതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ സമാധാനത്തിന് വേണ്ടി മാത്രം ഞാനിത് സ്വീകരിക്കാം. ഇനി ഞാനിത് ദേവികയെ ഏൽപ്പിക്കും. എനിക്കും രജനിക്കും വേണ്ടി ഇത് ദേവിക സൂക്ഷിച്ചോളൂ. അതാണ് ശരി. അതെ ഗിരീഷേട്ടാ, അങ്ങനെ ചിന്തിക്കരുത്. നന്ദു വല്ലാതെ ആഗ്രഹിച്ച ഒന്നാ ഈ സമ്മാനം. ഞാനും അതെ. ഇത് തരുമ്പോ ഗിരീഷേട്ടന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നൊക്കെ ആലോചിച്ചു. അവസാനം എന്തായാലും വരുന്നത് വരട്ടെ എന്ന് കരുതിയ ഗിരീഷേട്ടനെ കാണാൻ വന്നേ. ഞാനിത് വാങ്ങില്ല. ഗിരി, ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. അവരുടെ ഒരു സ്നേഹമല്ലേ, അത് നിഷേധിക്കണ്ട. അപ്പോ കുഞ്ഞളിയന്റെ ഈ സമ്മാനം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ ഈ കവർ പോലും പൊട്ടിക്കാതെ ഞാനിത് അലമാര സൂക്ഷിക്കും. മറ്റൊന്നിനുമല്ല, നിങ്ങളുടെയൊക്കെ ഈ സ്നേഹത്തിന്റെയും പിന്നെ ഈ ദിവസത്തിന്റെയും ഓർമ്മയ്ക്ക്. താങ്ക്സ് ഗിരീഷേട്ടാ. മതി പിള്ളേരെ, കേറി വാ. വാടാ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.